നോക്കൂ, ധാരാളം കായ്ഫലങ്ങൾ തരുന്ന ഇത്തരം ചെടികൾ ഉണ്ടാക്കാൻ കൂട്ടുകാർക്കും ആഗ്രഹമില്ലേ? നമുക്കൊന്ന് ശ്രമിച്ചാലോ? പ്രിയ കൂട്ടുകാരെ, കായിക പ്രജനന രീതിയിൽ പുതിയ തൈച്ചെടി ഉണ്ടാക്കുന്നതിന് അനേകം മാർഗങ്ങൾ നാം അവലംബിക്കാറുണ്ട്. അതിൽ ഒരു മാർഗമാണ് കമ്പ് മുറിച്ച് അത് കുത്തി പുതിയ തൈച്ചെടി ഉണ്ടാക്കുക എന്നത്. കമ്പ് മുറിച്ചു കുത്തി പുതിയ തൈച്ചെടി ഉണ്ടാക്കുമ്പോൾ മിക്ക ചെടികളിലും അത് കിളിർക്കാറില്ല. ഇത്തരത്തിൽ കമ്പ് കുത്തി കിളിർക്കാൻ പ്രയാസമുള്ള ചെടികളിൽ മാതൃസസ്യത്തിന്റെ ശിഖിരത്തിൽ തന്നെ മുറിവുണ്ടാക്കി അതിൽ മണ്ണ് വെച്ച് കെട്ടി പുതിയ തൈച്ചെടി ഉണ്ടാക്കുന്ന രീതിക്ക് ലെയറിംഗ് അഥവാ പതിവെക്കൽ എന്ന് പറയുന്നു. പതിവെക്കൽ എങ്ങനെ നടത്താം എന്ന് ചെയ്തു നോക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള സസ്യങ്ങളിലും ലെയറിംഗ് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. ആവശ്യമായ സാമഗ്രികൾ: കത്തി, കട്ടിംഗ് പ്ലെയർ, ചരട്, പ്ലാസ്റ്റിക് കവർ, ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവയാണ്. ചകിരിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ തയ്യാറാക്കിയ മിശ്രിതത്തിലേക്ക് അല്പാൽപമായി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഇളക്കാം. ഇങ്ങനെ ലെയറിംഗ് നടത്തുന്നതിനുള്ള മിശ്രിതം തയ്യാറാക്കാം. കമ്പ് ഒടിച്ചു കുത്തിയാൽ കിളിർക്കാൻ പ്രയാസമുള്ള ചെടികളായ പേര, സപ്പോട്ട, റംബൂട്ടാൻ, റോസ് എന്നിവയിലെല്ലാം ലെയറിംഗ് നടത്തി പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കാം. ചാമ്പയിലാണ് ലെയറിംഗ് നടത്തുന്നത്. ഇതിനായി നമുക്ക് പെൻസിൽ വണ്ണമുള്ള ഒരു കൊമ്പ് തിരഞ്ഞെടുക്കണം. ഈ കൊമ്പാണ് നമ്മൾ ലെയറിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുത്ത കൊമ്പിൽ കത്തി ഉപയോഗിച്ച് ഏകദേശം 2-3 സെൻറ്റിമീറ്റർ അകലത്തിൽ 2 ഭാഗത്തായി തൊലിയിൽ വളയ രൂപത്തിൽ മുറിവുണ്ടാക്കുക. 2 വശങ്ങൾ വളയ രൂപത്തിൽ മുറിച്ചു വെച്ച ഭാഗത്ത് പ്ലെയേഴ്സ് ഉപയോഗിച്ച് തൊലിയിൽ അമർത്തി തിരിച്ച് ആ ഭാഗത്തെ തൊലി നീക്കം ചെയ്യണം. ചുറ്റുഭാഗത്തെ തൊലി പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാം. ഇനി പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഈ ഭാഗം ഇതുപോലെ മുറുക്കിക്കെട്ടാം. ഒരു ഭാഗത്ത് മാത്രമേ നൂലുപയോഗിച്ച് കെട്ടാൻ പാടുള്ളൂ. കവറിൽ തൊലി അടർത്തി മാറ്റിയ ഭാഗത്ത് നമ്മൾ നേരത്തെ നിർമ്മിച്ച മിശ്രിതം ചുറ്റുഭാഗത്തും വരുന്ന രീതിയിൽ നിറയ്ക്കുക. മിശ്രിതം വെച്ചതിന് ശേഷം ഈ കവർ നന്നായി മൂടുക. അത്യാവശ്യം നന്നായി മുറുകി ഇരിക്കുന്ന രീതിയിൽ വലിച്ച് മുറുക്കി മറുഭാഗവും നൂലുപയോഗിച്ച് കെട്ടുക. നമ്മുടെ ചാമ്പച്ചെടിയുടെ പെൻസിൽ വണ്ണമുള്ള കമ്പിൽ മണ്ണും ചകിരിച്ചോറും വെച്ച് കെട്ടി. ഏകദേശം 2 മാസത്തിനുള്ളിൽ ഈ ഭാഗത്ത് ധാരാളം വേരുകൾ വളർന്നിട്ടുണ്ടാവും. നമ്മൾ ലെയർ ചെയ്ത ചെടിക്ക് ഏകദേശം 2 മാസത്തോളം പ്രായമായി. ഇപ്പോൾ ഇതിൽ വേര് വന്നിരിക്കും. ഇനി നമുക്ക് അതിനെ മാതൃസസ്യത്തിൽ നിന്നും വേർപെടുത്തിയെടുക്കാം. അതിന് ഇതുപോലുള്ള ഒരു ഫ്ലവർ കട്ടറോ അല്ലെങ്കിൽ മൂർച്ചയുള്ള കത്തിയോ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കവർ നീക്കം ചെയ്യാം. അതിനായി മൂർച്ചയുള്ള ഒരു കത്തി അതല്ലെങ്കിൽ പേപ്പർ കട്ടർ എടുത്ത് ഇതിൻ്റെ നമ്മൾ ചുറ്റിയിരിക്കുന്ന കവർ നീക്കം ചെയ്യണം. ഇതിൽ വേര് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഈ കവറിനുള്ളിൽ ധാരാളം പുതിയ വേരുകൾ വന്നിട്ടുണ്ട്. ഈ ചെടിയെ നമ്മൾ ഇനി ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ നടാവുന്നതാണ്.